Yo, hi guys, I'm Swali and welcome back to my channel, Malayali Master. നമ്മൾ ഇന്ന് ഇവിടെ പുതിയൊരു ടെക്നോളജി വീഡിയോയുമായിട്ടാണ് വന്നത്. എന്താ ടെക്നോളജി വീഡിയോ? വേറൊരു ടെക്നോളജി വീഡിയോ മാത്രമല്ല, നമുക്കൊരു മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ, അതായത് യൂട്യൂബ് ഒക്കെ പോലെ. നമ്മൾ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം വെയിറ്റ് ചെയ്തിരിക്കണം. അതായത് നമുക്ക് ഒരുപാട് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ യൂട്യൂബിൽ നമുക്ക് ക്യാഷ് കിട്ടാൻ. അതായത് ഇപ്പോൾ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ്, അതേപോലെ തന്നെ 4000 മണിക്കൂർ വാച്ച് ടൈമും വേണം. നമുക്ക് ആഡ്സെൻസിൻ്റെ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യാൻ, അതായത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 4000 മണിക്കൂറും 1000 സബ്സ്ക്രൈബേഴ്സും വേണം. പക്ഷേ നമുക്ക് ആ ഒരു വലിയൊരു ടാസ്ക് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ ഗൈസ്, നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയതിനു ശേഷം നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസിനും ആഡ്സ് വരും, പരസ്യം വരും. എങ്ങനെ ആ പരസ്യത്തിൽ നിന്ന് കിട്ടുന്ന റവന്യൂ, അതായത് നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഡെപ്പോസിറ്റ് ആയി വരും. അങ്ങനെ $100, അതായത് $100, ഇപ്പോൾ ഇന്ത്യൻ മണി ഏകദേശം ഒരു 7000 രൂപേൻ്റെ മേലെ വരും. അതാണ് ഗൈസ് നമ്മൾ ആദ്യത്തെ യൂട്യൂബ് വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സും 4000 മണിക്കൂർ വാച്ച് ടൈമും മിനിമം വേണം. എന്നിട്ട് അതിന് ശേഷം വരുന്ന ഓരോന്നിൻ്റെ നമ്മുടെ ലക്കിനനുസരിച്ച്, ഓരോ വീഡിയോസിൻ്റെ കണ്ടന്റ് അനുസരിച്ച് നമുക്ക് ആഡ്സ് കിട്ടും. ഇങ്ങനെ അതിൽ നിന്നാണ് നമുക്ക് യൂട്യൂബിൻ്റെ റവന്യൂ കിട്ടുന്നത്. പക്ഷെ ഞാനിന്നിവിടെ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏതാണെന്ന് വെച്ചാൽ ട്രെൽ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അതായത് ഇതൊരു വ്ളോഗിങ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമ്മൾ വ്ളോഗിങ്, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ടിക്ടോക്ക് ഒക്കെ പോലെ അതുപോലൊക്കെ തന്നെ നമുക്ക് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇവർ മന്ത്ലി ഒരു ടാർഗറ്റ് പറയും. അതായത് ഇതിപ്പോൾ ഈ ഒരു മന്ത് ക്വാറന്റൈനും ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവരുടെ ടാർഗറ്റ് പറഞ്ഞത് 8 ആണ്. അതായത് ഈ ഒരു മാസം ഞാൻ 8 വീഡിയോസ് ഇടണം എന്നായിരുന്നു എന്നോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂട്യൂബ് പോലെ അത്ര സ്ട്രിക്റ്റ് ഗൈഡ് ലൈനും കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടിക്ടോക്കിലൊക്കെ ഇടുന്ന പോലെ, അതായത് പോർട്രേറ്റ് മോഡ്, ലാൻഡ്സ്കേപ്പ് മോഡിൽ ഇങ്ങനെയല്ല, നമ്മൾ ഇങ്ങനെ വേണം. 9:16 റേഷ്യോയിലായിരിക്കണം നമ്മൾ ഇതിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ്. പിന്നെ അതായത് അവർ പറയുന്ന ടാർഗറ്റ് നമ്മൾ ഓരോ മാസവും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും വലിയ 100-200 അങ്ങനെ വലിയ ടാർഗറ്റ് ഒന്നും ഉണ്ടാവില്ല. എന്തായാലും 20, മിനിമം 20ൻ്റെ താഴെ ആയിരിക്കും എന്തായാലും ഒരു മന്തിലെ ടാർഗറ്റ്. അത് നമ്മൾ ഓരോ മാസവും നമ്മൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അവർ നമുക്ക് ഒരുപാട് കാറ്റഗറീസ് തരും. അതിപ്പോൾ ടെക് ആണെങ്കിൽ ടെക്, ബ്യൂട്ടി, ഫാഷന്, ക്രാഫ്റ്റ്, ട്രാവല്, ഫുഡ്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് വരെ കീഴിലുണ്ട്. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാറ്റഗറി നമുക്ക് സെലക്ട് ചെയ്തിട്ട് അത് ബേസ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് ഇടേണ്ടത്. അപ്പം ഞാൻ സെലക്ട് ചെയ്തത് നമ്മുടെ പ്ലാറ്റ്ഫോമായ ടെക്കാണ്. അപ്പോൾ ടെക് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസാണ് ഞാൻ ഇപ്പോൾ ഇട്ടത്. നമുക്ക് ഇതിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യൂട്യൂബ് പോലെ നമുക്ക് ഇഷ്ടമുള്ളത്ര ടൈമല്ല, മിനിമം 2 മിനിറ്റ്. നമ്മളിതിൽ ട്രെല്ലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് മിനിമം 2 മിനിറ്റ് എങ്കിലും ലെങ്ത് വേണം, മാക്സിമം 5 മിനിറ്റ്. അപ്പോൾ ഈ 2 മിനിറ്റിനും 5 മിനിറ്റിനും ഇടയിലുള്ള വീഡിയോസാണ് നമ്മൾ ഇതിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. അതിൽ കൂടാനോ 5 മിനിറ്റിൽ കൂടാനോ അതേപോലെ തന്നെ 2 മിനിറ്റിൽ കുറയാനോ പാടില്ല. പിന്നെ ഗൈസ്, ഈ ട്രെൽ ആപ്ലിക്കേഷനിൽ അവർ പറയുന്ന പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോലെ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് അവൈലബിൾ ആണ്. യൂട്യൂബിലുള്ള സബ്സ്ക്രൈബേഴ്സിന് പകരം ഇതിൽ ഫോളോവേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ ഈ വീഡിയോൻ്റെ എൻഡിങ്ങിൽ നമ്മൾ പിന്നെ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നൊക്കെ നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചിട്ട്, അതായത് നമ്മുടെ ഫോളോ ബട്ടൺ മുകളിലാണ് ഉണ്ടാവുക, അതേപോലെ തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ, അങ്ങനെ ഓരോ ബട്ടണും താഴെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ് കാണിക്കുമ്പോൾ മനസ്സിലാവും, അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അത് ചൂണ്ടിക്കാണിച്ചിട്ട്, അതായത് ആ ബട്ടൺ ചൂണ്ടിക്കാണിച്ചിട്ട് വേണം നമ്മൾ ഫോളോ, കമൻറ്റ്, ലൈക്കും ഷെയറും അങ്ങനത്തെ ഇൻട്രോയും ഔട്ട്രോയും പറയാൻ. അപ്പോൾ നമുക്ക് നേരെ ആ ആപ്ലിക്കേഷനിലേക്ക് കിടക്കാം. ആപ്ലിക്കേഷൻ എങ്ങനെ സൈനപ്പ് ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ട്രെല്ലിൻ്റെ ആപ്ലിക്കേഷൻ. ഇത് ഓപ്പൺ ചെയ്ത പാടെ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ നമുക്ക് ലാംഗ്വേജ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. പക്ഷെ ഞാനിത് ഓൾറെഡി ഓപ്പൺ ചെയ്ത് പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഓപ്പൺ ചെയ്തു, അതുകൊണ്ടാണ് ഇപ്പോൾ ലാംഗ്വേജ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിത് അവിടെ ഒരു ലാംഗ്വേജിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്താൽ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു ഈൻ്റെ ഒരു ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലാംഗ്വേജിൽ നമുക്ക് ഇതൊരു ഇന്ത്യൻ ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് ഇന്ത്യയിൽ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യത്തെ ലാംഗ്വേജസ് ആണ്. ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഹിന്ദിയിൽ നിങ്ങൾക്ക് എഴുതി കാണിക്കുന്നുണ്ട്.
നമ്മുടെ മലയാളം എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ആ മലയാളം ഒന്നങ്ങ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ മലയാളം സെലക്ട് ചെയ്ത്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ ഇത് സൈൻ ഇൻ ചെയ്യാനായിട്ട് നമ്മുടെ പ്രൊഫൈലിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് മൊബൈൽ നമ്പർ വെച്ച് കഴിഞ്ഞാൽ സൈൻ ഇൻ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് വെച്ചിട്ട്, അതേപോലെ തന്നെ ഗൂഗിൾ, അതായത് ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടും വാട്സപ്പ് വെച്ചിട്ടും നമുക്ക് ഇതിൽ സൈൻ ഇൻ ചെയ്യാം. അപ്പോൾ നമ്പർ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാ പോലെ നമ്പർ എൻ്റർ ചെയ്യുക, അതിനുശേഷം OTP വരും, അങ്ങനെ വെരിഫൈ ചെയ്യാം. ഇനിയിപ്പോൾ വാട്സപ്പ് ആണെങ്കിൽ നമ്മൾ നേരെ വാട്സപ്പ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരെ വാട്സപ്പ് ഓപ്പൺ ആയിട്ട് ഈ ട്രെല്ലിൻ്റെ ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പ് ചാറ്റ് ഒഫീഷ്യൽ നമ്പർ ഉണ്ട്. ആ ഒരു നമ്പറിലേക്ക് ഓട്ടോമാറ്റിക് ഒരു മെസ്സേജ് സെൻഡ് ആവില്ല, അടിയിൽ ടൈപ്പായിട്ട് വരെ വരും. നമ്മളത് സെൻഡ് അടിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായി സെൻഡായി തിരിച്ചൊരു റിപ്ലൈ ഓട്ടോമാറ്റിക് അപ്പോൾ തന്നെ നമുക്ക് കിട്ടും. ഒരു ലിങ്ക് അടക്കമുള്ള ഒരു മെസ്സേജ് ആയിരിക്കും നമുക്ക് തിരിച്ച് റിപ്ലൈ കിട്ടുക. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആപ്ലിക്കേഷനിലേക്ക് തിരിച്ചു വരും. എന്നിട്ട് വെരിഫൈ ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ സൈനപ്പ് ആവും. ശേഷം നമുക്ക് നമ്മുടെ നെയിമും കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രൊഫൈലിൽ പോയി വെരിഫൈ ചെയ്യാം. അപ്പോൾ ഞാനിത് വെരിഫൈ ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ വാട്സപ്പ് ഒന്നും ഈ ഫോണിൽ ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം നമ്പർ വെച്ചിട്ട് എടുക്കാം. നമ്പർ എടുത്തു, എൻ്റെ മൊബൈൽ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഗൈസ് നമ്പർ ഞാൻ കൊടുത്തു, എൻ്റർ അടിച്ചു. ഓക്കെ ഗൈസ്, നമ്മുടെ OTP ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെ OTP ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ലോഗിൻ കൊടുക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടാണ്, അതുകൊണ്ട് ഫുൾ സെറ്റ് ചെയ്ത സംഭവങ്ങളാണ്. നേരെ പ്രൊഫൈൽ എടുത്താൽ എൻ്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാം. മലയാളി മാസ്റ്റർ തന്നിട്ടുണ്ടാണ് ഇതിലും എൻ്റെ പ്രൊഫൈൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ 114 ഫോളോവേഴ്സ്, അതേപോലെ തന്നെ 15 പോസ്റ്റ്, 2 ഫോളോയിങ്, ഞാനിട്ട വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതാ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ഇൻവൈറ്റ് ചെയ്യാം. വാട്സപ്പിലൂടെ ലിങ്ക് അയച്ചിട്ട് ഫ്രണ്ട്സിനൊക്കെ നമുക്ക് ഇൻവൈറ്റും ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇതിൽ പ്രത്യേക ഇവിടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും അതേപോലെ തന്നെ ടിക്ടോക്കൊക്കെ പോലെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ ഒരു ഇതുണ്ട്. ലൈക്ക്, കമൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലും വീഡിയോസ് പോസ്റ്റ് ചെയ്താൽ അത് നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ അത് ഇൻസ്റ്റാഗ്രാമും ടിക്ടോക്കൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാമല്ലോ നോട്ടിഫിക്കേഷൻ്റെ സംഭവം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഹോം പ്രൊഫൈൽ, അതായത് നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കിട്ടുക. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ അതായത് ഈ ഒരു സമയത്തിനനുസരിച്ച് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഹാഷ്ടാഗുകൾ ഇതിൽ ഉണ്ടാവും. ടോപ്പിൽ നമുക്ക് കാണാം. അപ്പോൾ 2-3 ദിവസം മുമ്പാണ് നമ്മൾ ഈദ് മുബാറക്ക്, അതായത് പെരുന്നാൾ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാഷ്ടാഗും ഇതാ ഇപ്പോൾ ഇവിടെ ഒരു ഫൈറ്റ് കൊറോണ, അതിനുശേഷം ഈദ് മുബാറക്കിനല്ല ആണ്. ഇപ്പോഴാണ് ഗൈസ് ഈ ഫോൺ 1 GB റാമുള്ളൊരു ഫോണാണ്. അതുകൊണ്ട് ഇപ്പോഴാണ് സംഭവങ്ങളൊക്കെ ലോഡായി വരാൻ തുടങ്ങിയത്. നമ്മൾ മെയിലാണോ ഫീമെയിലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. മെയിൽ. അതിനുശേഷം നമ്മുടെ ഏജ്, ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഏജ് 18 to 24 സെലക്ട് ചെയ്തു. ഓക്കെ, സെറ്റ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന, അതായത് നമ്മൾ ഓരോ ഹാഷ്ടാഗ് എടുക്കുമ്പോൾ ആ ഒരു ഹാഷ്ടാഗിലുള്ള വീഡിയോസും കാര്യങ്ങളും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഫീച്ചേർഡ് പറഞ്ഞാൽ അത് നമുക്ക് സജഷൻ ഉള്ള പേജാണ്. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും കാണാം. മറ്റുള്ളവരുടെ വീഡിയോസ് നമുക്ക് കാണാം, ലൈക്ക് ചെയ്യാം, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാം, മറ്റുള്ളവർക്ക് ഷെയറും ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താ സംഭവം എനിക്ക് കറക്റ്റായിട്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ നമുക്ക് വീഡിയോസ് ഇതിലേക്ക് പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് 2 ഓപ്ഷൻസ് ആണ്, അതായത് ബ്ലോഗ്, ഒന്ന് ബ്ലോഗ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബ്ലോഗറാണ്, വ്ളോഗ്സാണ് ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അതായത് ബ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോസ്, ബ്ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വിടുന്ന ടെക്സ്റ്റും കാര്യങ്ങളും, അതാണ് ബ്ലോഗിങ്. ഞാനിപ്പോൾ ഇതിലൊരു ഞാനിതൊരു ബ്ലോഗിങ് പ്ലാറ്റ്ഫോമായിട്ടാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ബ്ലോഗ് സെലക്ട് ചെയ്തു. ബ്ലോഗ് സെലക്ട് ചെയ്താൽ ഫസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ആവും, ഫുള്ളാവണം. നമ്മുടെ ഗാലറി ഒന്ന് ലോഡാവുകയാണ്. കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഇൻ്റർനെറ്റ് സ്പീഡ് അനുസരിച്ച് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഗൈസ് നമ്മുടെ ലോഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ നമ്മുടെ ഗാലറി ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ഗാലറി ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് ഗൈസ് ഇതിലിപ്പോൾ ഫുള്ള് 5 മിനിറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 മുതൽ 5 മിനിറ്റ് വരെയുള്ള വീഡിയോസ് അല്ല, ഫുള്ള് 20-30 മിനിറ്റുള്ള വീഡിയോസാണ്. അപ്പോൾ തൽക്കാലം ഞാനൊന്ന് സെലക്ട് ചെയ്തു, നെക്സ്റ്റ് അടിച്ചു. അപ്പോൾ നമുക്കിത് 5 മുതൽ 2 മിനിറ്റ് വരെ, 2 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ ടൈം ആക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇവിടെ ലൊക്കേഷൻ,
ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ വോയിസ് നോട്ട് സെലക്ട് ചെയ്യാം. അതായത് നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഓഡിയോ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കാം. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുള്ളതുണ്ട്. പിന്നാണ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നത്, ട്രിം. അപ്പോൾ നമുക്ക് വലിയ വലിയ വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ചെറുതാക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ. 2 മിനിറ്റ്, ഒരു 3 മിനിറ്റ് സെറ്റ് ചെയ്യാം. ഗൈസ്, ഒരു 4 മിനിറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇവിടെ ഒരു നല്ലൊരു ടൈറ്റിൽ കൊടുക്കുക. നമ്മുടെ വീഡിയോസിന് നല്ലൊരു ടൈറ്റിൽ. പിന്നെ അതേപോലെ തന്നെ ചൂസ് യുവർ ഓഡിയൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഓഡിയൻസിനെ സെലക്ട് ചെയ്യും. നമ്മളിപ്പോൾ ഇടുന്ന ഒരു മലയാളം വീഡിയോ അല്ലേ, അപ്പോൾ നമുക്ക് മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ കാറ്റഗറി, നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാറ്റഗറീസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഏത് കാറ്റഗറിയാണ് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസിന് ടാഗ് കൊടുക്കാം. 5 ടാഗ് നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ 5 ടാഗ് നമ്മളിവിടെ കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് പബ്ലിഷ് എന്നൊരു ബട്ടൺ നമുക്കത് കൊടുക്കില്ല. അപ്പോൾ ഗൈസ്, നമുക്കത് ആ ഒരു വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഈ ഒരു ട്രെല്ലിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും അതേപോലെ തന്നെ ഇതിൻ്റെ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. പെർ വീഡിയോ 100 റുപ്പീസാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മാസത്തിൽ ഓരോ ടാർജറ്റ്, ഈ ഒരു മാസത്തിലെ ടാർജറ്റ് എന്ന് പറയുന്നത് 800 ആയിരുന്നു. 8 വീഡിയോസായിരുന്നു. 8 വീഡിയോസാണ് നമ്മൾ ഈ ഒരു മാസത്തെ ടാർജറ്റ് നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ 8 വീഡിയോസ് ചെയ്തു. ഈ ഒരു മാസം എൻഡിങ് ആയപ്പോൾ നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റും കിട്ടി. അപ്പോൾ അതിൻ്റെ പ്രൂഫ് അടക്കം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ പ്രൂഫ് തരുന്നത് ഇവിടെ നമ്മൾ കാണാം. ഞാനിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തതാണ്. എൻ്റെ പേടിഎം വാലറ്റിൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്താണ്. ഗൈസ്, ഇതൊരു 100% ജെന്യൂൻ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിന് ചെറിയൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ നോക്കിയപ്പോൾ എനിക്കിപ്പോൾ 114 ഫോളോവേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കമൻറ്റ് മോസ്റ്റ് ഓഫ് ദ കമൻറ്റും ഏതൊക്കെ ബംഗാളികളോ അതേപോലെ തന്നെ സിംഗ്, ഏതൊക്കെ രാംസിംഗും മല്ലൂസിംഗ്, അങ്ങനെ ഒരുപാട് ആളുകൾക്കാണ്. അപ്പോൾ ഞാനിത് ആദ്യം ജെന്യൂൻ ആണോ എന്ന് സംശയിച്ചിരുന്നു. പക്ഷേ പേയ്മെൻറ്റ് കിട്ടിയപ്പോൾ എന്തായാലും ഷുവറായി. ബാക്കിയുള്ളതും കിട്ടുമെന്ന് നോക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മലയാളീസ് അല്ല കൂടുതൽ നമ്മുടെ വീഡിയോസ് കാണുന്നതൊക്കെ. പക്ഷെ നമുക്ക് എന്തായാലും വീഡിയോസ് ആര് കണ്ടാലും, എത്ര ഫോളോവേഴ്സ് ഉണ്ടായാലും, എത്ര വ്യൂസ് ഉണ്ടായാലും നമുക്ക് പേയ്മെൻറ്റ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു മൈനസ് പോയിന്റ് എന്ന് വെച്ചാൽ ഭയങ്കര സ്പീഡ് വേണം. ഇൻ്റർനെറ്റ് നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് അല്ല, നമുക്ക് മറ്റുള്ളവരുടെ വീഡിയോസ് കാണണമെങ്കിൽ നല്ല ഹൈ സ്പീഡുള്ള ഇൻ്റർനെറ്റ് വേണം. അല്ലെങ്കിൽ കുറേ ഇങ്ങനെ ബഫർ ചെയ്ത് കളിക്കും. പിന്നെ രണ്ടാമത്തെ ഒന്നെന്ന് പറഞ്ഞാൽ, നമുക്ക് ആരെങ്കിലും ഒരാളെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്ടോക്കിലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ അവരുടെ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്തിട്ട് നമുക്ക് അവരെ ഫോളോ ചെയ്യാം. പക്ഷേ ഇതിൽ സെർച്ചിൻ്റെ ഒരു ഓപ്ഷൻ കാണുന്നില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത് പോകുമ്പോൾ സജഷൻസിലൊക്കെ അവരുടെ പ്രൊഫൈൽ വന്നാൽ നമുക്ക് എടുക്കാം. ഇല്ലെങ്കിൽ അവർ നമുക്ക് അവരുടെ പ്രൊഫൈൽ ലിങ്ക് ഷെയർ ചെയ്ത് തരാം. അതായത് വാട്സപ്പിലൂടെ ഒക്കെ നമുക്ക് നമ്മുടെ വീഡിയോസും പ്രൊഫൈൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അങ്ങനെ ഷെയർ ചെയ്ത് നമുക്ക് മാക്സിമം വ്യൂവേഴ്സിനൊക്കെ കൂട്ടാം. അങ്ങനെ ഷെയർ ചെയ്ത് തന്നാൽ നമുക്ക് അവരുടെ പ്രൊഫൈലിൽ കയറി അവരെ ഫോളോ ചെയ്യാൻ കഴിയും. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു ട്രയൽ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ്റെ ഒരു ഓവറോൾ കാര്യങ്ങളും അങ്ങനെ കാണും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ജോയിൻ ചെയ്യാൻ ആർക്കും, ഒരു ബ്ലോഗിങ് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഞാൻ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡ് കണ്ടിട്ടാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കയറി വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ ഞാൻ അവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചെയ്യാം. നല്ല സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷനാണ്, ഏറ്റവും ഈസിയാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാൻ. അതുവരെയും ദിസ് ഈസ് യുവർ സ്വാലി സൈനിങ് ഓഫ്.